ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. നമുക്കിങ്ങനെ ദൈവവചനം ധ്യാനിക്കുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയസ്ഥമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടേ. ദൈവം തരുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്കി തീർക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. അല്ലേ, നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കരുതുന്നുണ്ടോ? അനേകരും കേൾക്കുമ്പോൾ പോലും ശ്രദ്ധിക്കാറില്ല. കർത്താവ് ലൂക്ക 8:18 പറഞ്ഞു, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നേ? ശ്രദ്ധയോടെ കേൾക്കാറുണ്ടോ? ശ്രദ്ധയോടെ കേട്ട് ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് നഷ്ടമാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ദൈവം അവസരം തരുന്നു. ഈ വചനങ്ങൾ കേൾപ്പിക്കുന്നത് കേട്ട് രസിക്കാൻ വേണ്ടിയല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആ വചനപ്രകാരം തന്നെ നമ്മുടെ ജീവിതമായിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ശോധനയോടെ കഴിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ കാന്തൻ്റെ കല്യാണം, ആ കല്യാണത്തെക്കുറിച്ചായിരുന്നു. വെളിപ്പാട് പുസ്തകം 19:7-8 വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ തൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ്. അവൾക്ക് വിശേഷമായ വസ്ത്രം ലഭിച്ചു. അത് നീതിമാന്മാരുടെ നീതി പ്രവൃത്തികളാണെന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയൂ. ഒരു വിധത്തിൽ നമ്മൾ പ്രവൃത്തികളെല്ലാം ഒരു നെയ്ത്തുശാലയിൽ നമുക്ക് വേണ്ടി തന്നെ അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. എത്ര പേർക്ക് ഈ കാഴ്ച ലഭിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ വസ്ത്രം അത് നമ്മൾ തന്നെ നെയ്തെടുക്കണം. നമ്മൾ തന്നെ നെയ്തെടുക്കുമെന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് ചില ആത്മീയ ആഴമുണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. നമ്മൾ തന്നെ നെയ്തെടുക്കുമ്പോൾ നമ്മളിലൂടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ആ കാര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടാണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ സ്വയത്തിൽ ചെയ്തതുമല്ല, പരിശുദ്ധാത്മാവിൽ തന്നെ നമ്മൾ ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതത്ര സൂക്ഷ്മമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അന്ന് സന്തോഷിപ്പാൻ വകയുള്ളൂ. അപ്പം ഞാനത് ഒന്നുകൂടെ ലഘൂകരിക്കാമെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ ലഘൂകരിക്കട്ടെ. അതിന് നമ്മൾ ഇന്ന് വായിക്കുന്നത് ഗലാത്യർ 6:8 വാക്യമാണ്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യജീവനെ കൊയ്യും. നമ്മുടെ ഈ ജീവിതകാലം മുഴുവനും ഒരു വിതയിലാണ്. അതിൻ്റെ കൊയ്ത്താണ് നമുക്ക് ആ ന്യായാസനത്തിൽ ലഭിക്കാൻ പോകുന്നത്, അതിൻ്റെ പ്രതിഫലങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വിതയ്ക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ജഡത്തിലാണോ വിതയ്ക്കുന്നത് അതോ ആത്മാവിലാണോ? അപ്പോൾ ജഡത്തിലുള്ളത് എല്ലാം നശിക്കാനുള്ളതാണ് പ്രിയമുള്ളവരെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർപ്പിച്ചല്ലോ, നമ്മുടെ പണി 6 നിലയിലുള്ള പണിയാണെന്ന് നമ്മൾ കണ്ടില്ലേ. 1 കൊരിന്ത്യർ 3:12 മുതൽ 15 വരെയുള്ള വാക്യം. പൊന്ന് വെള്ളി വിലയേറിയ കല്ല്, മരം പുല്ല് വൈക്കോൽ. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും അത് നമ്മൾ രഹസ്യമായി ഗുപ്തമായി ആത്മാവിൻ്റെ പ്രേരണയാൽ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ ദൈവം തന്നെ നമ്മളിൽ ചെയ്ത കാര്യമാണ്. അതെല്ലാം അന്ന് ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അത് പുറത്തു വരും. അതിനെല്ലാം അത് വലിയ പ്രതിഫലമായി തേജസ്സുള്ളതായി, അല്പം കൂടി അല്ല വളരെ തേജസ്സുള്ളതായി നമുക്ക് തന്നെ ലഭിക്കുകയാണ്. എന്നാൽ മരവും പുല്ലും വൈക്കോലും തീയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടു, അതെല്ലാം തീർന്നു പോകും, ഇല്ലാതാവും, ഒരുപിടി ചാരമായി മാറുകയാണ്. അപ്പോൾ
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജഡത്തിലാണ് ചെയ്തതെങ്കിൽ എല്ലാം പോയി. നമുക്കറിയാം, അതേ ഗലാത്യർ 5:24 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു, അല്ലേ? അങ്ങനെ ഒരു അനുഭവമായിരിക്കണം. നമ്മുടെ ജഡത്തിന് ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മധ്യത്തിൽ വരുവാനായിട്ട് നമ്മൾ ഇടയാക്കാതെ സൂക്ഷിക്കണം. ജഡത്തോടുള്ള ബന്ധത്തിൽ വളരെ നമ്മളറിയാം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ രക്ഷിക്കപ്പെട്ടാലും, ഞാൻ നേരത്തെ പല പ്രാവശ്യം ഓർപ്പിച്ചല്ലോ, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇപ്പോഴും പാർക്കുന്നത് നമ്മുടെ പഴയ ജഡത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനത്തിൽ അതിൻ്റെ 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പം നമ്മുടെ ചിന്തകൾക്ക് പോലും ന്യായവിധിയുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് പോലും ന്യായവിധിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയില്ലേ, നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ കേൾക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് അസഭ്യം പറയുകയോ അല്ലെങ്കിൽ അരുതാത്തത് പറയുകയോ ചെയ്യുമ്പോൾ, ദൂഷണം പറയുമ്പോൾ അതും ദൈവം കേൾക്കുന്നില്ലേ? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, നമ്മൾ പറയുന്ന ദൈവം കേൾക്കുന്നെങ്കിൽ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ചിന്തകൾ പോലും കാണുന്നു. നമ്മുടെ ചിന്തകളെ ന്യായം വിധിക്കും. അപ്പോൾ ഇവിടെ ദൈവവചനം പറയുന്നത് നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കണം. ജഡസ്വഭാവം. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജഡസ്വഭാവത്തിന് അടിമയാകാൻ പാടില്ല. ആത്മസ്വഭാവമുള്ളവരായിരിക്കണം. അത് നമ്മൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 9-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്തുവാ? നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ഉണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മളിൽ ആത്മസ്വഭാവം ഉണ്ടായിരിക്കണം. എന്നാൽ വീട്ടിൽ ജനിച്ചിട്ട് ശരിയായിരിക്കുന്ന ഒരു വളർച്ച ഉണ്ടാകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിൽ ജഡസ്വഭാവമായിരിക്കും. നമ്മൾ നേരത്തെയും 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ കൊരിന്ത്യ സഭയെക്കുറിച്ച് പറഞ്ഞു. അവർ ജഡികന്മാരായിരുന്നു. അവരിൽ ജഡസ്വഭാവം ഉണ്ടായിരുന്നു. അവർക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയില്ല. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവരിൽ വളർച്ചയില്ലാത്തതുകൊണ്ട് അവരുടെ ജഡസ്വഭാവമുള്ളവരായിരുന്നു. നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ സമയത്തിനനുസരണമായിരിക്കുന്ന ഒരു ആത്മീയ വളർച്ച വളരെ അനിവാര്യമായ കാര്യമാണ്. ഇതൊക്കെ നമുക്ക് നിത്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയാവണ്ണമുള്ള ഒരു ആത്മീയ വളർച്ച നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇവിടെ റോമാലേഖനം 8-ാം അധ്യായം 5 മുതൽ 8 വരെ വായിക്കുമ്പോൾ നമ്മൾ കണ്ടത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആത്മസ്വഭാവമുള്ളവരായി മാറണം, ആത്മാവിനാൽ നടത്തപ്പെടണം. അപ്പം ഈ ജഡസ്വഭാവമുള്ളവരും അനേകം നല്ല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവർക്ക് പ്രതിഫലം കിട്ടുമോ? ഇല്ല. ജഡത്തിൽ നിന്ന് ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ 13-ാം വാക്യത്തിൽ 8-ന്റെ തന്നെ, റോമർ 8:13 നമ്മൾ വായിക്കുന്നത് എന്താണ്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തിയെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നോക്കണം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പോലും ജഡസ്വഭാവമുള്ളവരെ അകറ്റിക്കളയും. കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാവും. അപ്പോൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം. ഓരോ ദിവസവും നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലും ദൈവവചന പഠന ധ്യാനത്തിലൂടെയും ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു വലിയ സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. ഓരോ ദിവസവും നമ്മളെ തന്നെ അടിമ എന്നവണ്ണം കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആ സമർപ്പണത്തിലൂടെയാണ് ദൈവത്തിന് നമ്മളെ തൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ റോമാലേഖനം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 18
എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതുമില്ല. അതിൻ്റെ 20-ാം വാക്യം, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു, എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ നമ്മുടെ ജഡത്തിൽ ആരാ വസിക്കുന്നേ? പാപം. ഒരു വിധത്തിൽ പറഞ്ഞാൽ പിശാച്. ആത്മാവിൽ ആരാ വസിക്കുന്നേ? ദൈവം. അപ്പോൾ നമ്മൾ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുക എന്ന് പറയാൻ ഏദൻ തോട്ടത്തിലെ അവസ്ഥയാണ്. ഏദൻ തോട്ടത്തിൽ അവർക്ക് ജീവൻ്റെയും വൃക്ഷവും നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിലായിരുന്നു അവർ. തിരഞ്ഞെടുക്കാമായിരുന്നു. ഇന്നും ഈ തിരഞ്ഞെടുപ്പുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ജഡത്തെയാണ്, നമ്മുടെ സ്വയം ജഡത്തെ തിരഞ്ഞെടുത്താൽ നമ്മുടെ ജീവിതം ഒരു ജഡീക ജീവിതമായി മാറും. എന്നാൽ നമ്മൾ ആത്മാവിനെ കേൾക്കുവാനും അനുസരിക്കുവാനും തയ്യാറായാൽ നമ്മുടെ ജീവിതം ഒരു ആത്മീയ ജീവിതമായി മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ആരെ അനുസരിക്കുന്നു, ആർക്ക് വിധേയപ്പെടുന്നു, നമ്മുടെ മനസ്സ് എവിടെ ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. അപ്പം ഇത് രണ്ടും നമ്മൾ ഇതിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ ജീവിതം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഉണ്ടോ? എത്ര ശക്തമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം. അപ്പം ഇന്ന് നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എത്രയോ നല്ല ആത്മീയ ജീവിതം നയിച്ചു വരുന്നവർ എനിക്കറിയാം. പലരും നല്ല ആത്മീയരായിട്ട് കാണപ്പെട്ട പലരും ഇന്ന് അവർ തികച്ചും ജഡീകന്മാരായി മാറിയിരിക്കുന്ന അവസ്ഥ, വളരെ ദുഃഖകരമായ അനുഭവം കണ്ടിട്ടുണ്ട്. ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അനേകരുടെ ജീവിതം അതല്ലേ നമ്മുടെ ഗലാത്യ ലേഖനത്തിൽ 3:3 ഒരു ദുഃഖത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിലോ സമാപിക്കുന്നത്? ഗലാത്യർ 3:3. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിലോ സമാപിക്കുന്നത്? ഒരു വലിയ ചോദ്യമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഇന്നത്തെ ആത്മീയാവസ്ഥ എവിടെയാണ്? ഒരു ശരിയായ നിലയിലുള്ള ഒരു ആത്മീയനായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മാവിനാൽ നടത്തപ്പെടുന്നുണ്ടോ? ഇന്നും ദൈവത്തിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനമുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മുടെ ദൈവത്തെ ഏത് നിലയിൽ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ഓട്ടക്കളത്തിൽ നമ്മളെല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ്. അപ്പോൾ എങ്ങനെ ഓടണം ഇന്ന് പലർക്കും ശരിക്കും ഓടാൻ കഴിയുന്നില്ല. നല്ലപോലെ ഓടിയിരുന്ന് പലരും ഓട്ടം നഷ്ടപ്പെടുത്തിയതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസവും ഗലാത്യർ 5:7 വായിക്കുകയുണ്ടായി. നമ്മളെങ്ങനെ ഓടണ്ടേ? നമ്മൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവന് ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ബിരുദം പ്രാപിക്കണം, അതുപോലെ നമ്മൾ ഓടണം. അപ്പോൾ ശരിയായ നിലയിൽ ഓടിയില്ല എങ്കിൽ എവിടെ ഓടിയാലും ആ ഓട്ടത്തിലൊക്കെ നമുക്ക് ഒരു കൃത്യമായ നിയമമുണ്ട്. അതിൻ്റെ 25-ാം വാക്യത്തിൽ, അംഗം വരുന്നവർ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കേടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഈ ഓട്ടക്കളത്തിൽ ഓടി വിജയം വരിച്ച് വാടാത്ത കിരീടം പ്രാപിക്കുവാൻ അന്നൊക്കെ ഉണ്ടായിരുന്നവർ ഓടി വരുമ്പോൾ രാജാവ് ഇര കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം അവരുടെ തലയിൽ വയ്ക്കും. അത് അവർക്ക് വലിയ ഒരു ബഹുമാനമായിട്ട് അവരെണ്ണിയിരുന്നേ, പാടിപ്പോകുന്നതായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കാൻ പോകുന്നത് വാടാത്ത കിരീടമാണ്. ഒരിക്കലും വാടാത്ത, നശിക്കാത്ത കിരീടം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന 5 കിരീടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുൻപ് ധ്യാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഏതൊരു കളിയിലും അവിടെ എന്തുണ്ട്? അവിടെ ഒരു നിയമമുണ്ട്. നമ്മൾ 2 തിമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം,
ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. നോക്കണം, ചട്ടം അല്ലെങ്കിൽ നിയമം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലായിടത്തും നിയമമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർപ്പിച്ചല്ലോ ഷൈനി അബ്രഹാമിൻ്റെ ഓട്ടത്തിൻ്റെ കാര്യം. ഓടിയെത്തി ആദ്യം, പക്ഷെ കിട്ടിയില്ല, നിയമം ലംഘിച്ചു. നമ്മൾ എത്രയൊക്കെ നല്ലതായിട്ട് ചെയ്തെന്ന് നമുക്ക് തോന്നിയാലും നിയമാനുസൃതമല്ലെങ്കിൽ നിത്യതയിൽ നമുക്കൊരു പ്രയോജനവും ഇല്ല. ചിന്തിക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 3:3 വായിക്കുന്നുണ്ട്. നമ്മളുള്ളതെല്ലാം ദരിദ്രർ കൊടുത്താലും നമ്മുടെ ശരീരം ചുടാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനം ഇല്ലെന്നാ പറഞ്ഞേ. പ്രയോജനം നോക്കണം, നമുക്ക് പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനവും ഇല്ല, നിഷ്ഫലമാണ്. ഒരു നിയമമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കാര്യം, നമ്മുടെ ദൈവം എല്ലാം നിയമാനുസൃതമായി മാത്രമേ ചെയ്യൂ. ദൈവത്തിൻ്റെ സകല കാര്യങ്ങളിലും നമുക്കറിയാം. നമ്മൾ ഒന്ന് ദിനവൃത്താന്തം അതിൻ്റെ 15-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ആദ്യം നിങ്ങൾ തന്നെ അത് ചെയ്യാഞ്ഞതുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദം ഉണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. കണ്ടോ, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അപ്പോൾ നിയമപ്രകാരം അന്വേഷിക്കാതെ അവിടെ ആ പെട്ടകം കാളവണ്ടി കയറ്റിക്കൊണ്ടുവന്നു. പുതിയ കാളവണ്ടിയാ, പുതിയതാകുന്നതിന് കാര്യമുണ്ടോ? ദൈവത്തിന് വചനം പറയുന്നു, അത് ലേവ്യർ തോളത്തെടുക്കേണ്ടത് കാളവണ്ടിയെ കയറ്റിയാൽ ദൈവം സമ്മതിക്കുമോ? അതുകൊണ്ട് ആ യാത്രയിൽ ഒരു ദിവസം മരിക്കാനിടയായി തീർന്നു. നിങ്ങൾക്ക് സംഭവം അറിയാം, ഞാനെല്ലാം വിസ്താരമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ ദാവീദ് ഓർപ്പിക്കുകയാണ്, നിയമപ്രകാരം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചില്ല. നിയമം അതിൻ്റെ തന്നെ 16:15 അതിൻ്റെ 16-15 ബി പാട്ടിൽ പറയുന്നുണ്ട്, അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവീൻ. ഒരു കൽപ്പനയാണ്, അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലേ? ഇപ്പം നോഹയോട് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തെന്ന ഉൽപ്പത്തി 6:22, 7:5 അതുപോലെ തന്നെയാ പെട്ടകം ഉണ്ടാക്കിയത്. നോഹ സമാനോടാനം പണിയുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ എന്ന് ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. അവിടെ വീഴ്ച വരുത്താൻ പാടില്ല. അതിനകത്ത് നമ്മുടെ ബുദ്ധിയോ യുക്തിയോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. നിയമപ്രകാരം തന്നെ ആയിരിക്കണം. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവർത്തന പുസ്തകം അതിൻ്റെ 31-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ആവർത്തനം 31-ന്റെ 16-ാം വാക്യം, അതിൻ്റെ യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എൻ്റെ നിയമം അവർ ലംഘിക്കും. കർത്താവ് പറയുക, ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചാൽ ദൈവം ആരോടെങ്കിലും പക്ഷപാതം ചെയ്യുമോ? അതിൻ്റെ തന്നെ അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യത്തിൻ്റെ ബി പാട്ടിലും അവർ തിന്ന് തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും. കണ്ടോ, എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും. നോക്കണേ പ്രിയമുള്ളവരെ, എത്ര ദുഃഖകരമല്ലേ? നമ്മൾ സങ്കീർത്തനത്തിൽ 44-ന്റെ 17-ാം വാക്യത്തിൽ അതൊക്കെ എടുത്ത് വായിച്ച് അതിൻ്റെ 44-ന്റെ 17
ഓക്കെ, നിന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ല. നല്ല സാക്ഷിയാണ്. നിന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ വചനം അതിൽ പറയുന്ന പ്രകാരം തന്നെ പ്രമാണിക്കുവാൻ നമ്മൾ കഴിയുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, അതിൻ്റെ വലിയ ഒരു ദുഃഖം നമ്മൾ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഓരോ കാര്യങ്ങളിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതായിരിക്കണം. അതല്ലേ നമ്മൾ 2 തിമോത്തി 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനെ പ്രസാദിപ്പിക്കുക, നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുക, നമ്മുടേതായ കാര്യങ്ങളിൽ ഇടപെടാതെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുവാൻ ഉത്സാഹിക്കുക. അങ്ങനെ നമ്മൾ നിയമപ്രകാരം, അതല്ലേ അവിടെ കാണുന്നത്, നമ്മൾ ആ നിയമപ്രകാരം ചെയ്യണം. അങ്ങനെ അല്ലെങ്കിലോ, ഇല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടമുണ്ടാവും. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം, നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ അടിയുറപ്പുള്ളവരാണ്, നമ്മുടെ യഥാർത്ഥ വിശ്വാസമാണോ എന്നുള്ളത് നമ്മൾ അറിയുന്നേ. അപ്പോൾ യാക്കോബ് പറയുന്നത്, യാക്കോബ് 1:12, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിൽ അനേക പരീക്ഷകളുണ്ടാവും അല്ലേ. ഒരിക്കലേ ഒരു ധനാഢ്യയായ യജമാനത്തി തൻ്റെ ഒരു വിശ്വാസിയാണ്, തൻ്റെ വിശ്വാസിയായ തൻ്റെ ഒരു ദാസി, അവരിങ്ങനെ ഭവനത്തിലിരിക്കുമ്പോൾ തൻ്റെ അയൽവാസിയായ ഒരു വ്യക്തി വന്ന് ഈ ധനാഢ്യയായ ഈ വിശ്വാസിയെ ഒരുപാട് അസഭ്യങ്ങളൊക്കെ പറഞ്ഞ് നിന്ദിച്ച് പരിഹസിച്ച് എല്ലാം പോയിട്ട് ഈ ധനാഢ്യയായ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. അവർ വളരെ ശാന്തയായി ഒരു റിയാക്ഷനും ഇല്ലാതെ അതെല്ലാം കേട്ട് മൗനമായിരുന്നു. അദ്ദേഹം കുറച്ചു നേരം ഒച്ചയിട്ടിട്ട് പോയി. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരുന്ന ആ വിശ്വാസിയായ ആ ദാസി പറഞ്ഞു, എന്നാലും പിന്നെ അമ്മമ്മ എന്തുമാത്രം വലിയ സഹിഷ്ണുതയെ കാണിച്ചേ, ഞാൻ ഈ ഞായറാഴ്ച അത് സാക്ഷിക്കും. അമ്മാമ്മയെപ്പോലെ ഇത്ര സഹിഷ്ണുതയുള്ളവർ നമ്മുടെ കൂട്ടായ്മയിലില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടനെ പൊട്ടിക്കരയുണ്ടായി. കാരണം അന്വേഷിച്ചപ്പം അവർ പറയുകയാണ്, മോളെ, നീ എൻ്റെ പുറമേയുള്ള ആക്ഷൻ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ അദ്ദേഹം എന്നെ തെരുവിളിച്ചപ്പോൾ, ദുഷിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ കടിച്ചു കയറാനുള്ള ദേഷ്യമായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ പല്ല് കടിക്കുകയായിരുന്നു. ഞാൻ മൗനമായി ഇരുന്നേ ഉള്ളൂ. നോക്കണം, അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ദൈവം തൂക്കുന്നു. നമ്മുടെ മനസ്ഥിതി, നമ്മുടെ അങ്ങനെയുള്ള പ്രതികൂലത്തിൽ നമുക്ക് സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ? അല്ലേ, അതിങ്ങനെയുള്ള പരീക്ഷ വരുമ്പോഴേ അറിയുള്ളൂ അല്ലേ. ഒരിക്കൽ ഒരാൾ വീട്ടിൽ കയറി വന്ന് ഉപദ്രവിക്കാനായിട്ട് തെറിയും വിളിച്ച് ലോകത്തിൽ കേൾക്കാൻ കഴിയാത്ത വൃത്തികേടെല്ലാം പറഞ്ഞ് അതും ഇതെല്ലാം തല്ലി ഉടച്ചു. പ്രാർത്ഥനയിലായിരുന്ന കൃപയാൽ അതിനെ ജയിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അദ്ദേഹത്തോട് ഒരു ശകലം പോലും മനസ്സിൽ പോലും പല്ലിറുമാതെ, പല്ല് കടിക്കാതെ സൗമ്യമായി ഇടപെടാൻ കർത്താവ് കൃപ തന്നു. അത് വലിയൊരു പ്രശംസയായും പറയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നേരിടും? ഇവിടെ ആ ധനാഢ്യയായ അവർ ആ കാര്യം പറഞ്ഞ് ആ പ്രതിഫലം നഷ്ടപ്പെടുത്തി. പരീക്ഷ വരുമ്പോൾ നമ്മൾ വെളിപ്പാട് 2:10 അവസാനം വായിക്കുന്നത് എന്തുവാ? ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. നോക്കണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമ്മൾ വിശ്വസ്തനായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ നമുക്ക് അനുസരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ നിത്യയുടെ ദർശനത്തിൽ ഓടാത്തത് കൊണ്ട് നമുക്കത് കഴിയാറില്ല. ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ
തൻ്റെ ഓട്ടം തൻ്റെ അവസാന ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്നത് 2 തിമോത്തി 4:7 ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായവിധിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ തനിക്കത് ധൈര്യമായിട്ട് പറയാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ അവസാന ദിവസമാണെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ? കഴിയുമോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കാം. ഞാൻ എങ്ങനെയുള്ള വസ്ത്രമായിരിക്കും അന്ന് അണിയാൻ പോകുന്നത്? അന്ന് കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന വിളി എന്തായിരിക്കും? ഇന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് എന്താ സാക്ഷ്യം പറയുന്നത്? പൗലോസ് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ എടുത്തു പറയുന്ന 1-2 ബാക്കി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് കേൾപ്പിക്കാം. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 23:1. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, കേവലം നല്ല മനസാക്ഷിയോട് കൂടെ. എന്ത് നല്ല സാക്ഷിയാണ്! കേവലം നല്ല മനസാക്ഷിയോടെ. തൻ്റെ തന്നെ മറ്റൊരു പ്രസ്താവന അവിടെ ഉണ്ട്, 24:16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. നോക്കണം, ദൈവത്തോടും മനുഷ്യരോടും ഒരു കുറ്റമറ്റ മനസാക്ഷി ഉണ്ടായിരിക്കുക വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ? നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രാഗല്യം നമുക്കുണ്ടോ? മറ്റ് സഹോദരങ്ങളോട് നമുക്ക് ഒരു കുറ്റമറ്റ മനസാക്ഷിയുണ്ടോ? നമ്മുടെ മനസാക്ഷി നമ്മളോട് എന്ത് പറയുന്നു? മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ എങ്ങനെയുണ്ട്? ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടൽ എങ്ങനെയുണ്ട്? നമ്മുടെ മനസ്സ് എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? നമ്മൾ കേൾക്കണം, നമ്മളതിനെ സൂക്ഷിക്കണം. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കർത്താവിൻ്റെ ഒരു അടിമ എന്ന നിലയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് എല്ലാറ്റിലും കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു സമർപ്പണം. നമ്മൾ കഴിഞ്ഞ ദിവസവും വായിച്ചതാണെങ്കിലും അത് വീണ്ടും വീണ്ടും വായിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു പ്രോത്സാഹനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം യോഗ്യതയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യമാണ്. എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അത് ചിന്തിക്കണം, എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. നോക്കണം, യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. കേട്ടോ, 3 പ്രാവശ്യം എനിക്ക് യോഗ്യനല്ല എന്താ പറയുന്നത്? എന്നിട്ട് അവസാനം പറയാണ്, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതാ ആവശ്യം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മളെ തന്നെ നമുക്ക് ചെലവിടുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ നമുക്ക് നേടാൻ കഴിയൂ. അതേ കാര്യം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യം അതോടൊന്ന് വായിച്ചോട്ടെ. മർക്കോസ് 8:34-35. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. കണ്ടോ, എത്ര നല്ലൊരു പ്രയോഗമാണ് പ്രിയുള്ളവരെ. കർത്താവിൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം നമ്മുടെ ജീവനെ കളയുവാൻ, അപ്രിയമായി കാണുവാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ ഓട്ടക്കളത്തിൽ പൗലോസ്ലീഹയുടെ ഓട്ടത്തിൻ്റെ മധ്യത്തിലുണ്ടായ ഒരനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം നിർത്താം എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യമാണ്. ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കേട്ടോ, എത്ര വലിയ കാര്യമാണ്. കർത്താവായ യേശുവിന് വേണ്ടി
മരണം വരിക്കാനുള്ള ഒരുക്കത്തിൽ മറ്റുള്ളവർക്ക് ജീവൻ ലഭിക്കേണ്ടതിന് ഈ വലിയ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഓടുന്ന ഒരു ഓട്ടം, അതാ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അപ്പം അതുകൊണ്ട് നമുക്ക് നിത്യതയുടെ കാഴ്ചപ്പാടിൽ കർത്താവ് വന്ന് നമ്മളെ ഇന്ന് കൊണ്ടുപോയാൽ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെയെല്ലാം കത്തിപ്പോകുന്നൊരു അനുഭവം ആകാൻ പാടില്ല. നമുക്ക് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ ഉപയോഗമുള്ള ഒരു പാത്രമായി ജീവിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ഈ തലമുറയിൽ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള ബോധ്യം അത് ഏതെല്ലാം നിലയിലാണെന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അത് കർത്താവിന് മാത്രം മഹത്വം ലഭിക്കാൻ വേണ്ടിയായിരിക്കണം. നമ്മുടേതായിരിക്കുന്ന എന്തെങ്കിലും നേട്ടത്തിനോ അല്ല പ്രശസ്തിക്കോ ലാഭത്തിനോ ഒന്നും ആകാൻ പാടില്ല. എല്ലാം നമ്മളെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ അരുമനാഥൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാൻ, അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ, അവിടുന്ന് വളരണം, ഞാൻ കുറയണം എന്നുള്ള അനുഭവം നമുക്കുണ്ടായിരിക്കണം. എത്ര ധന്യമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ആ നാളിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുത്തണം. നമ്മുടെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നെന്ന് ഉറപ്പ് വരുത്തി, ഞാനല്ല, എന്നിലൂടെ കർത്താവാണ് സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, എല്ലാം എൻ്റെ കർത്താവ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. കർത്താവ് അങ്ങനെ ജയാളികളായി ജീവിച്ച് ദേഹീ ജീവനെ നിത്യതയ്ക്ക് വേണ്ടി നേടുവാൻ, ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി അത് പൂർണ്ണമായും പകരപ്പെടുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അവിടുത്തെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ.